ഹലോ, അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? ഇപ്പം നമ്മൾ പോകുന്നത് നമ്മുടെ വീട്ടിലേക്കുള്ള ടൈൽസ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനും ഉമ്മയും കുഞ്ഞും ഇക്കായും സുൽഫി, എൻ്റെ ബ്രദറാണേ സുൽഫി, അവനുമായിട്ടാണ് പോകുന്നത്. വാപ്പിയില്ല, വാപ്പി കായംകുളത്താണ്. വാപ്പി നേരെ അങ്ങോട്ട് വന്നേക്കാമെന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ പഠിച്ച സ്കൂള്. +1 +2 ഞാൻ ഇവിടെ ആയിരുന്നു പഠിച്ചിരുന്നത്. ദെൻ നമ്മൾ AK ടൈൽസ് എന്ന് പറഞ്ഞ ഷോപ്പിലെത്തി. ഇത് കായംകുളം കഴിയിലെ കുളങ്ങര ആ പമ്പിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരുന്ന ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ അകത്ത് കയറി കുറേ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ആവശ്യമുള്ള നമ്മൾ സെലക്ട് ചെയ്തു. ബാത്റൂമിലേക്കും റൂം, ഹാള്, സിറ്റ് ഔട്ട്, പിന്നെ അടുക്കള വേറെയാണല്ലോ. അങ്ങനെ അതെല്ലാം സെലക്ട് ചെയ്തു. കുറേ നേരം അങ്ങനെ തന്നെ അതെല്ലാം കഴിഞ്ഞു. ഐസുമോൻ പറയുന്നത് അവന് എല്ലാവരും ഫോട്ടോ എടുക്കണമെന്ന്. അങ്ങനെ അതെല്ലാം എടുപ്പിച്ചതിന് ശേഷം നമ്മൾ വീട്ടിൽ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും അവിടെ തിരിച്ച് വിട്ടിട്ട് ഐസുമോന് ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മൾ then കല്യാണം വീട്ടിൽ പോവാണ്. അപ്പോൾ ഇന്ന് മൈലാഞ്ചിയാണ്. അപ്പോൾ വാപ്പായെ വിളിക്കാൻ വേണ്ടി വന്നു. ഉമ്മ ഇല്ല, ഉമ്മ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാപ്പായെ വിളിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അതെ, ഇതാണ് എൻ്റെ വാപ്പ, എൻ്റെ ഇക്കയുടെ വാപ്പ. അതെ, ഇപ്പോൾ തിരിഞ്ഞ് നോക്കുന്നുണ്ടോണേ. ചിരിക്കാൻ പറഞ്ഞപ്പോൾ ചിരിച്ചാ എന്താ ചിരി. അങ്ങനെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോവാണ്. എന്താ വളഞ്ഞ വഴി, അമ്പലപ്പുഴ വളഞ്ഞ വഴിയാണ്, അതാന്ന് തോന്നുന്നു. അവിടെയാണ് വീട്. അങ്ങനെ തന്നെ ഞങ്ങൾ അവിടെ എത്തി. അത് തോട്ടപ്പള്ളി പാലമാണ് കേട്ടോ. ഞങ്ങളവിടെ എത്തി, ഞങ്ങൾ കയറി ഒരുങ്ങി. ബാക്കി എല്ലാവരും നല്ല ഒരുക്കത്തിലാണ്. കുറേ നേരമായി എല്ലാവരും ഒരുങ്ങാൻ കയറിയിട്ട്. ഇതാണ് ചെറുക്കൻ്റെ പെങ്ങൾ. ഒരു പെങ്ങൾ ഇതാണ്, ഇനി ഒരു പെങ്ങളൂടെ ഉണ്ട്. ഇത് മോളാണ്. ഇതെല്ലാം ബാക്കി ഫാമിലി മെമ്പേഴ്സാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഈ ചെറുക്കൻ വരുന്നു. ചെറുക്കന് ഭയങ്കര നാണം കേട്ടോ. പക്ഷെ എന്താ നാണം, കല്യാണം കഴിക്കാൻ പോകുന്നതിൻ്റെ നാണമാണ്. അങ്ങനെ ഇതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിൻ്റെ വൈഫ് മാജി. ഞാനിപ്പോൾ അവിടെ ചെന്നാൽ ഇവളായിട്ട് നല്ല കൂട്ടമാണ് കേട്ടോ. അങ്ങനെ തന്നെ അവരെല്ലാം ഒരുങ്ങി കഴിഞ്ഞ് പിള്ളേരൊക്കെ കിടന്നുറങ്ങിപ്പോയി. അങ്ങനെ ഇവള് ചായ കുടിക്കാൻ കയറി. അങ്ങനെ തന്നെ ഞങ്ങളെല്ലാം വണ്ടിക്കകത്ത് കയറി ഹാമ്പറൊക്കെ ഓരോരുത്തർ പിടിച്ച് ഞങ്ങൾ അങ്ങനെ പോകാൻ ഇറങ്ങുകയാണ്. അപ്പോൾ ഓരോരുത്തരെ വെയിറ്റ് നിൽക്കുന്നത് നിൽപ്പാണ്. അതാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ തന്നെ ഞങ്ങൾ അവിടെ എത്തി. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വൈറ്റ് ഷോൾ കണ്ട ആ ചുരിദാർ, അതാണ് രണ്ടാമത്തെ പെങ്ങൾ. അങ്ങനെ തന്നെ മൈലാഞ്ചിയൊക്കെ ഇട്ടു. പിന്നെ ഞങ്ങൾ വെള്ളമൊക്കെ കുഴിച്ചു നേരെ ഫുഡ് കഴിക്കാനിരിക്കുമായിരുന്നു. പെണ്ണിനെയും വിളിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിരുന്നു. ഞങ്ങൾ കഴിക്കാൻ പോവാട്ടോ. ഒരു ഹൈ പറ, ഒരു ഹൈ പറ മാച്ചി. ഐസ് ഫുഡ് കഴിക്കാൻ പോകണോ? അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം ലേറ്റായി പോയി. നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ തന്നെ അവിടെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും അവിടെ ഗാനമേള നടക്കുന്നു, ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നു. അങ്ങനെ ഇതാണ് എൻ്റെ അപ്പിക്ക് ഭയങ്കര നാണമാണ് കേട്ടോ. എനിക്കതിങ്ങനെ വീഡിയോ എടുക്കുന്നത് നാണമാണ്. അപ്പോൾ പുള്ളിക്കാരത്തിക്ക് അതിന് മുമ്പ് വരെ നാണമാണ്. അപ്പോൾ അതിനെപ്പറ്റി വ്ളോഗിനെ പറ്റി അവരൊക്കെ പറയുമായിരുന്നു. അപ്പം ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു, മാഹിനും സുൽഫിയും കൊച്ചുമ്മ കാച്ചാപ്പം ഉമ്മയും വാപ്പി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെൻ്റെ വ്ളോഗിനെ പറ്റി ഇങ്ങനെ പറയാണ്. അങ്ങനെ ഞാനൊരു സെൽഫി വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ വീഡിയോ ഒക്കെ എടുത്ത് നല്ല പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ മേളോട്ട് നോക്കിയപ്പോൾ അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറി. അങ്ങനെ അവരും ഫോട്ടോ എടുത്ത് അത് തന്നെ അവന്മാർ 3 പേരും കൂടെ ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി കയറി. അപ്പോൾ വാപ്പി ഒറ്റയ്ക്ക് നിൽക്കണ്ടെന്ന് വിചാരിച്ച് വാവിനൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വാപ്പി ഒറ്റയ്ക്ക് നിൽക്കണ്ടെന്ന് വിചാരിച്ച് ഞാനൊരു സെൽഫി വീഡിയോ എടുത്ത് അങ്ങനെ അവർ സൈഡായി, ഫുഡൊക്കെ കഴിച്ച് അവർ സൈഡിലോട്ടായി. അങ്ങനെ അവർ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർ ടാറ്റ ബൈ ബൈ പറയാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. പിന്നെ ഇക്കയില്ലായിരുന്നു. അത് ഇക്ക എന്തോ ഒരു കാര്യത്തിന് വേണ്ടി കടയിൽ പോയേക്കുമായിരുന്നു. അങ്ങനെ ഇവനുണ്ടല്ല, ഇക്ക ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവനുണ്ടല്ലോ, ഇവൻ ഇടയ്ക്ക് വെച്ച് കാല് വരി, ഇവൻ അവരുടെ കൂടെ പോയി, എന്നെ ഇട്ടിട്ട് അവൻ അവരുടെ കൂടെ പോയിരിക്കുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവർ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയി. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു സന്തോഷം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.